ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാനൊരു അടിപൊളി മിനി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങും ചോക്ലേറ്റ് മിനി കേക്ക്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇതിൻ്റെ ബാറ്റർ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മിനി ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയും 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാം ഒന്നിലായിട്ടോ അരിച്ചെടുക്കുന്നത്. പഞ്ചസാരയും മൈദയും കൊക്കോ പൗഡറും എല്ലാം സാധാരണ നമ്മൾ പഞ്ചസാര പിന്നീടല്ലേ ചെയ്തെടുക്കാറ്. അപ്പോൾ കൊക്കോ പൗഡറും മൈദയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർക്കണം. പൊടിക്കാത്ത പഞ്ചസാര ചേർക്കരുത്, പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പറ്റുവാണെങ്കിൽ 2-3 തവണ അരിച്ചെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ പഞ്ചസാരയുടെ കട്ടകൾ ഇതേപോലെ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ മിക്സിലോട്ട് ചേർക്കാതെ നന്നായിട്ട് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർക്കണം കേട്ടോ. ഈ ഒരു വലിയ തരികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. എന്നിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിൽ പാല് പ്ലസ് 3 ടേബിൾ സ്പൂൺ അളവിൽ പാല്, ആ ഒരു അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് അളവിൽ പാലും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ പാല്, അത്രയും പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം പാല് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇത് ലൂസാക്കി എടുക്കാം. ഞാനിതിൻ്റെ പരുവം പറഞ്ഞു തരാം കേട്ടോ. ഇത്തിരി തിക്കായിട്ടുള്ള പരുവാണേ. അപ്പോൾ മുഴുവനായിട്ട് തന്നെ പാല് ചേർത്ത് കൊടുക്കാം, കുറേശ്ശായിട്ട് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടകളില്ലാണ്ട് മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങ് നമുക്ക് എല്ലാം അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആയിരുന്നാലും മതി. അപ്പോൾ അതേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലുള്ള കൺസിസ്റ്റൻസി വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യുന്നത് നിർത്താം. അപ്പോൾ നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് ബീറ്ററോ മുട്ടയോ ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ കുറച്ച് ചേരുവകളല്ലേ ഉള്ളൂ ഈ ഒരു ചോക്ലേറ്റ് ബാറ്റർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്നങ്ങ് സൈഡെല്ലാം ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരൊറ്റ കേക്കായിട്ട് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ ചെറിയൊരു കേക്ക് ടിന്ന് എടുത്താൽ നന്നായിരിക്കും കേട്ടോ. അതായത് ഒരു 4 ഇഞ്ച് 3 ഇഞ്ച് നമ്മുടെ ഈ ഒരു മിനി കേക്കിൻ്റെ കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് ചെയ്യുന്ന ആ ഒരു മോൾഡില്ലേ, അതെടുത്തിട്ട് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. വലിയ മോൾഡ് എടുത്താൽ ഇതങ്ങ് പൊങ്ങി വരില്ല, പരന്നു പോകും. കാരണം അത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ ക്വാണ്ടിറ്റിയിൽ ചെയ്യണമെങ്കിൽ ഞാൻ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഡബിളാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ചിട്ട് 5 കപ്പ് കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 5 കപ്പ് കേക്ക് മോൾഡിലും ഇതേപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് 10 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 10 മിനിറ്റിന് ശേഷം ബേക്ക് ആയിട്ടില്ല എങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 4 കപ്പ് കേക്ക് ഈ ഒരു സ്റ്റവിലും അതുപോലെ തന്നെ അപ്പുറത്തെ പാനിലായിട്ട് നമ്മൾ ആ ഒരു കപ്പ് കേക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 5 കപ്പ് കേക്കാണ് കേട്ടോ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ദേ നമ്മുടെ കപ്പ് കേക്ക് എല്ലാം ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ഫഡ്ജി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. ഇനി ഞാൻ ഇതിൻ്റെ ആ ഒരു കപ്പ് കേക്കിൻ്റെ ആ മോൾഡ് ഒന്ന് മാറ്റിയെടുക്കാനുണ്ട്. ഇത് പേപ്പർ മോൾഡല്ലേ, ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ ഗ്ലാസ് ഇല്ലേ അതിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇത് തന്നെ വേണമെന്നില്ല. ഇത് ഇതേപോലെ അങ്ങ് നമുക്കങ്ങ് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്കിതിൽ നിന്ന് നമ്മുടെ കേക്ക് എടുക്കാനായിട്ട് പറ്റും. ഓയിലൊന്നും തന്നെ ബ്രഷ് ചെയ്യേണ്ടിയൊന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ഫഡ്ജി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് ഇത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇത് വെറുതെ കഴിക്കാൻ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ക്രീമൊന്നും കഴിക്കാത്തവർക്കൊക്കെ ഇഷ്ടമാവുന്ന അടിപൊളി ഫഡ്ജി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ട് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ചോക്കോ ചിപ്സ് കൂടി മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിനി ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുക്കാനായിട്ട്. വളരെ
ഈസി അല്ലേ, മുട്ടയില്ലാതെ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ചോക്ലേറ്റ് മിനി കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക്